അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോനാസ് വ്ളോഗ്. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം. ഞാൻ നിങ്ങൾ സോന മുന്നായി വന്നേക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. നമ്മൾ പോകാൻ പോണത് കോഴിക്കോടാണ്. നമുക്ക് എന്താണ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. എന്താണ് വെക്കേഷൻ നമ്മൾ പോയതായിരുന്നു. ഇതാ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോട്ട് പോകുമ്പോൾ എന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ളൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് വീഡിയോ കിട്ടും. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേണ്. ഇപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിക്കാകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 6 മണിക്കാണ് ട്രെയിൻ. അതാണ് അവിടെ എത്തി. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണേണ്. ട്രെയിനിലേക്ക് കയറി തിരിച്ചു വരാൻ നേരം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് സ്ലീപ്പർ. പോണ സമയത്ത് നമ്മൾ ജനറലിലാണ് പോണത്. നല്ല സീറ്റൊക്കെ കിട്ടി. അവിടെ നമ്മൾ വടയും ചായയും കുടിച്ചു. ചായ കൊള്ളില്ലായിരുന്നു, വട പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മളുടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നേരെ ബസ് സ്റ്റാൻഡോട്ട് പോകണേണ്. അവിടെ നിന്ന് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അത് അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പുട്ടും ഇറച്ചിക്കറിയും ഒക്കെ പൊറോട്ടയൊക്കെ വാങ്ങി ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ പള്ളിയിലോട്ടാണ് പോണത്. അപ്പോൾ അവിടെ പോണേണ്. അപ്പോൾ ആ സ്ഥലത്തിന് കൊല്ലം എന്നാണ് അവിടെ പറയുക. നമ്മളിപ്പോൾ കോഴിക്കോടാണ്. ഇപ്പോൾ കോഴിക്കോട് അവിടെ എന്തോ കൊല്ലം എന്നെന്തോ പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ പള്ളി ഉള്ളത്. പള്ളിയിലോട്ട് പോണ പഴയ പേര് പാറപ്പള്ളി എന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പാറപ്പള്ളിയിലോട്ടാണ് പോണത്. അങ്ങനെ പാറപ്പള്ളിയിലെത്തി. പാറപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പാറേൻ്റെ പൊക്കത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. അതാണ് മെയിൻ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ബീച്ചാണ്. ഇതിൻ്റെ ചുറ്റും ബീച്ചും അതിൻ്റെ നടുക്കാണ് ഈ പാറേൻ്റെ പൊക്കത്തായിട്ടാണ് പള്ളി. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളത്. ഇത് അപ്പുറത്ത് ബീച്ച് ഇതുണ്ട്. പിന്നെ താങ്കൾ അവസാനം കുറച്ച് നടക്കാണ്ട് പൊക്കത്തോട്ട്. അങ്ങനെ നടന്നു നമ്മളവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തോട്ട് ബീച്ചിലോട്ട് പോകണേണ്. നമ്മൾ അവിടുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പുറത്തോട്ട് പോണത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഖബറൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അതൊക്കെ കണ്ട് ഈ പോണ വഴി തന്നെ ഒരുപാട് ഖബറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോണത്. ഇതൊരു കാട് പോലെയാണ്. അതെവിടെയാണ് ഇതൊരു കുഞ്ഞു വീടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആ കാണുന്നതാണ് നമ്മളുടെ ബീച്ച്. നമ്മളിനിയിപ്പോൾ അങ്ങാടാണ് പോണത്. ഇപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഭയങ്കര വെയിലൊന്നുമില്ല. ചെറിയൊരു തണലൊക്കെ ഉണ്ട്. നല്ല ഇതിൽ നമുക്കവിടെ നിൽക്കാൻ പറ്റും ബീച്ചിൽ. അങ്ങനെ അവിടെ നമ്മൾ 2-3 കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് തിരിച്ച് പോണേണ്. കുറച്ച് നടക്കാൻ കുറച്ചുണ്ട്. അവിടെ നമുക്ക് കിണർ, ഇവിടുത്തെ കിണർ നല്ല വെള്ളം, നല്ല തണുത്ത വെള്ളമോറും നല്ല അടിപൊളിയായിരുന്നു. അവിടെ നിന്നൊക്കെ ഇറങ്ങി ബസ് കയറി. പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു ജ്യൂസും ലൈമും ഇതൊക്കെ കഴിച്ചു. ഉച്ച കഴിച്ചെങ്കിൽ എടുക്കാൻ പറ്റില്ല, കാര്യം എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അത് കഴിഞ്ഞ് നമ്മളിതാ മിഠായി തെരുവിലോട്ട് പോണേണ് നേരെ. പിന്നെ വൈകുന്നേരം നമുക്ക് മിഠായി തെരുവിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് വീണ്ടും കോഴിക്കോട് ബീച്ചിൽ പോകണം. അപ്പോൾ ആ മിഠായി തെരുവിൽ നമ്മളൊരു 3 മണിയോടെ ഒന്നും മിഠായി തെരുവിലെത്തി. പിന്നെ അവിടെ ഇരുന്ന് മൊത്തം 2:30 3 മണിയായപ്പോൾ എത്തി. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കുറേയൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ എല്ലാം. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വന്നു. കോഴിക്കോട് ബീച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഉണ്ടായിരിക്കും. ഇത് നമ്മളുടെ ഹോട്ട് ചോക്ലേറ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നു. ഹോട്ട് ചോക്ലേറ്റ് ഇരിക്കുന്നത്. അങ്ങനെ അതും വാങ്ങി. പക്ഷെ എനിക്ക് സൺഡേ ഉണ്ടായിരിക്കാം, നല്ല തിരക്കായിരുന്നു ബീച്ചിൽ. അങ്ങനെ ബീച്ച് നമ്മൾ കുറേ നേരം ഇരുന്നു. അവിടെ നിന്ന് കല്ലുമ്മക്കായും പിന്നെ മുട്ട മസാല എന്നാണ് അതും വാങ്ങി. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട വാങ്ങി, മാങ്ങയും നെല്ലിക്കയും അതായത് പൈനാപ്പിളും വാങ്ങി. പൈനാപ്പിൾ വാപ്പി തിന്നാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചു. അതിന് രാത്രി ആയപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ബീച്ചിൽ നിന്ന് പോണത്. ഓക്കെ, നമുക്ക് 10:30 എന്താണ് ട്രെയിൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ മിഠായി തെരുവിലോട്ട് വീണ്ടും വന്നു. നമുക്ക് ഹലുവയൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടി നമ്മൾ തിരിച്ച് മിഠായി തെരുവിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് മിഠായി തെരുവിൻ്റെ അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് നമുക്ക് അവിടെ ഒരു ഹോട്ടലുണ്ട്. മന്തി ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അടിപൊളി മന്തിയാണ് അവിടുത്തെ. എന്ത് പറഞ്ഞ് നമ്മൾ ചെന്നത്, സത്യം പറഞ്ഞാൽ അടിപൊളി മന്തിയായിരുന്നു. അങ്ങനെ മന്തിയൊക്കെ നമ്മൾ വയറ് നിറയെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കണേണ്.
അതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ നടക്കാനുള്ളൂ. അങ്ങനെ നടന്ന് അവസാനം നമ്മളുടെ ആ റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മുടെ ട്രെയിൻ നല്ലപോലെ ഡിലേ ആയിരുന്നു. 10:30 ട്രെയിൻ വന്നത് 11:30ക്കാണ്. നല്ല രീതിക്ക് ഡിലേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ നേരം അവിടെ ഇരുന്ന് അറ്റ് ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ വന്നു. നമുക്ക് കയറി പോകണം. അവിടെ എത്തുമ്പോൾ ഒരു 4 മണിയൊക്കെ ആകും. അപ്പോൾ നന്നാം ഡിലേ ആയിരുന്നല്ലോ, അതുകൊണ്ട് അവിടെ എത്തി. നമ്മളിതാ സ്ലീപ്പർ നമ്മൾ കിടന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ സൗത്തിൽ എത്തിയിട്ടുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിൽ പോണേണ്. നമ്മൾ 4:15 ആയപ്പോഴാണ് നമ്മൾ സൗത്തിലെത്തിയത്. അവിടെ നിന്ന് തിരിച്ചിനി നമ്മുടെ വീട്ടിലോട്ട് പോണേണ്. ഇതായിരുന്നു വീഡിയോ. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് പോയി വന്നൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമാർപ്പായ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ ക്ലിക്കാൻ മറക്കരുതേ. നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ.